Hello friends, welcome back to another episode of Sajil's Tech Center. എൻ്റെ പേര് സജിൽ ലത്തീഫ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ടെക്സ്റ്റ് ബ്രോക്കർ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിനെ കുറിച്ചാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ അത്യാവശ്യം ഇംഗ്ലീഷിൽ എഴുതാൻ അറിയാം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എഴുതാനേ അറിയില്ല എന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള ആളുകൾക്കും ഈ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയുടെ പ്രത്യേകത. കാരണം ഇപ്പോൾ എഴുതാൻ അറിയാവുന്ന ഒരാളാണെങ്കിൽ വളരെയധികം വരുമാനം നേടാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റാണ്. ഇനിയിപ്പോൾ എഴുതാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സഹായം ഇതിൽ യൂസ് ചെയ്യാം, എന്നിട്ട് നിങ്ങൾക്ക് ഒരു വരുമാനം ലഭിക്കാനുള്ള ഒരു ഓപ്ഷനും കൂടിയാണിത്. ഇതിന്റെ പേരാണ് textbroker.com. ഇതിൽ കണ്ടന്റ് റൈറ്റേഴ്സിന് ഏറ്റവും നല്ല എമൗണ്ട് ആണ് അവർ തരുന്നത്. അതായത് ഇപ്പോൾ 1000 to 2000 വേർഡ്സിന് ഏകദേശം $30-40 വരെ ഇതിൽ നേടാൻ സാധിക്കും. നല്ല കണ്ടന്റ് റൈറ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ നല്ല എമൗണ്ട് നേടാൻ സാധിക്കും. അതുപോലെ തന്നെ സാധാരണക്കാർക്ക് ഇപ്പോൾ റൈറ്റ് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രീലാൻസിങ് ജോബ് വെബ്സൈറ്റുകളിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫൈവർ പോലത്തെ വെബ്സൈറ്റുകളിൽ $5 1500 വേർഡ്സ് ആർട്ടിക്കിൾ ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. നിങ്ങൾ അപ്പോൾ ചെയ്യേണ്ടത് ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുക. എന്നിട്ട് ഇതിൽ നിന്ന് ഓർഡർ കിട്ടുമ്പോൾ ഈ textbroker.com ഓർഡർ കിട്ടുമ്പോൾ നിങ്ങൾ നേരെ ഫൈവറിലോ ഫൈസ്കിളിലോ വന്നിട്ട് നല്ലൊരു കണ്ടന്റ് റൈറ്ററിനെ യൂസ് ചെയ്തിട്ട് $5-10 കൊടുത്തിട്ട് ആ കണ്ടന്റ് അവർ ക്ലയന്റ് തരുന്ന ആർട്ടിക്കിൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിലേക്ക് സബ്മിറ്റ് ചെയ്യുക. അതിന്റെ ഒരു മാർജിൻ ഒരു $30-40 ഒരു ആർട്ടിക്കിളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ എഴുതാൻ അറിയാം, പക്ഷെ നിങ്ങൾക്ക് എഴുതാൻ മടിയാണ്, നിങ്ങൾ സംസാരിക്കും എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഒരു ട്രിക്കും കൂടിയാണ് ഞാൻ ഇതിൽ നിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അതായത് നിങ്ങൾ വെറുതെ സംസാരിച്ചാൽ മതി, ഓട്ടോമാറ്റിക് വേർഡ് ഫയലിൽ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് വരും. അതിനുവേണ്ടി നമുക്ക് ഗൂഗിൾ ഡ്രൈവ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്യാം. ആ ഒരു ട്രിക്കും കൂടിയാണ് ഞാൻ ഇതിലൂടെ റിവീൽ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് textbroker.com എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റാണ്. ഇത് മെയിനായിട്ട് റൈറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള വെബ്സൈറ്റാണ്. അതായത് ഇംഗ്ലീഷിൽ ആർട്ടിക്കിൾസോ അല്ലെങ്കിൽ മറ്റ് വെബ്സൈറ്റ് കോണ്ടൻറ്റോ എഴുതാൻ അറിയാവുന്ന ആളുകൾക്കാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എഴുതാൻ അറിയില്ല എന്നുണ്ടെങ്കിലും മറ്റൊരു വഴിയുണ്ട്. ഇതിലൊരു ഏർണിംഗ് ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഓപ്ഷനാണ്, ഐ റൈറ്റ് കോണ്ടൻറ്റ്. അതിൽ നമുക്ക് പേയ്മെൻറ്റ് ഒന്ന് നോക്കാം, എങ്ങനെയാണ് ഇതിൻ്റെ പേയ്മെൻറ്റ് സെക്ഷനൊക്കെ ഒന്ന്. ഓക്കെ, ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഓർഡറിൽ സബ്മിറ്റ് ചെയ്യുന്ന ആർട്ടിക്കിളുടെ ക്വാളിറ്റി ഈ കസ്റ്റമർ സപ്പോർട്ട് ടീം ഒന്ന് വെരിഫൈ ചെയ്യും. അതിനുശേഷം നിങ്ങൾക്ക് അവർ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന ആർട്ടിക്കിളിനും അതിൻ്റെ റിവ്യൂ തരും. ഓരോ സ്റ്റാർസായിട്ട് റിവ്യൂ തരും. അതായത് 2 സ്റ്റാർ 3 സ്റ്റാർ 4 സ്റ്റാർ. പിന്നീട് നിങ്ങൾക്ക് കിട്ടുന്ന വർക്കിനെല്ലാം കിട്ടുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇതായിരിക്കും. ഇപ്പോൾ നല്ലൊരു റേറ്റിംഗ് ഉള്ളൊരു കണ്ടൻറ് റൈറ്റർ ആണെങ്കിൽ അദ്ദേഹത്തിന് ഒരു 4 സ്റ്റാറോ 5 സ്റ്റാറോ ആയിരിക്കും. മിനിമം ഒരു 4 സ്റ്റാറെങ്കിലും ഉണ്ടായിരിക്കണം നല്ലൊരു കണ്ടൻറ് റൈറ്ററിന്. അങ്ങനെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്നത് ഒരു വേർഡ് ടൈപ്പ് ചെയ്യുന്നത് കിട്ടുന്നത് 1.4 cents ആണ്. അത് നിങ്ങളിപ്പോൾ ഇതിലൊരു ആർട്ടിക്കിൾ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ കസ്റ്റമർ സപ്പോർട്ട് ടീം ഒന്ന് ചെക്ക് ചെയ്യും, വെരിഫൈ ചെയ്യും അതിൻ്റെ ക്വാളിറ്റി. എന്നിട്ട് അവർ തന്നെ റേറ്റിംഗ് തരും. പിന്നീട് നിങ്ങൾക്ക് കിട്ടുന്ന ആർട്ടിക്കിൾ ഓർഡറിനെല്ലാം കിട്ടുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇതായിരിക്കും. ഇപ്പോൾ 4 സ്റ്റാർ കിട്ടണം നിങ്ങൾക്ക്, അത് നല്ലൊരു ക്വാളിറ്റി ആർട്ടിക്കിൾ റൈറ്ററിൻ്റെ ഒരു റേറ്റിംഗ് ആണിത് 4 സ്റ്റാർ. അതുപോലെ തന്നെ നമുക്ക് താഴെ ഇവിടെ നമുക്ക് എത്ര ആർട്ടിക്കിളിന് എത്ര രൂപ വെച്ച് കിട്ടും എന്നുള്ള കാൽക്കുലേറ്ററാണിത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ റേറ്റിംഗ് എന്ന് പറയുന്നത് 2 സ്റ്റാർ എന്ന് വിചാരിക്കുക, ക്വാളിറ്റി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏകദേശം ഒരു 4000 വേർഡ്സ് വരുന്ന ഒരു ആർട്ടിക്കിൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം $28 കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് വെറുതെ ഈ വീട്ടിലിരിക്കുന്ന ആളൊക്കെ ആണെങ്കിൽ 4000-ൻ്റെ ഒരു 3 ആർട്ടിക്കിളോളം നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഒരു ദിവസം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഒരു 3-4 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ഇൻ്റർനെറ്റിൽ ഒരു ചെറിയൊരു റിസർച്ച് നടത്തിയിട്ട് അതിനെക്കുറിച്ചൊരു ആർട്ടിക്കിൾ, ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനെ കുറിച്ചായിരിക്കും നിങ്ങൾ ആർട്ടിക്കിൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ചെറിയൊരു റിസർച്ച് നടത്തുക ഇൻ്റർനെറ്റിൽ, എന്നിട്ട് നിങ്ങളുടേതായ രീതിയിൽ അത് റീറൈറ്റ് ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 3 സ്റ്റാർ ഉള്ള ഒരു കണ്ടൻറ് റൈറ്റർ ആണെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോൾ ഏകദേശം 4000 വേർഡ് കൗണ്ടിന് കിട്ടുന്നത് $40 ആയിരിക്കും. അതുപോലെ തന്നെ മാക്സിമം 4 റേറ്റിംഗ് ആയിരിക്കുള്ളൂ വരുന്നത്. 5 റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഹൈ റേറ്റഡ് കോണ്ടൻറ് റൈറ്റേഴ്സൊക്കെ ആയിരിക്കും. അപ്പോൾ 4 ഒരു നല്ലൊരു റൈറ്ററിന് കിട്ടുന്ന ഒരു റേറ്റിംഗ് തന്നെയാണ് ഈ 4 സ്റ്റാർ. അദ്ദേഹത്തിന് കിട്ടുന്നത് $56 ആയിരിക്കും 4000 വേർഡ്സിന്. ഈ 4000 വേർഡ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 3 ആർട്ടിക്കിൾ ഒരു ദിവസം എന്തായാലും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ അറിയാം, പക്ഷേ ടൈപ്പ് ചെയ്യാൻ മടിയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു ഓപ്ഷൻ യൂസ് ചെയ്യാം.
അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഗൂഗിൾ ഡ്രൈവിൽ പോവുക. അതായത് ഫ്രീ ആണ്. drive.google.com പോയിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് തന്നെ വെച്ചിട്ട്. അതിനുശേഷം ഇവിടെ ഈ കാണുന്ന ന്യൂ എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ പ്രസ്. ഓക്കെ, ദെൻ ഗൂഗിൾ ഡോക്സ് ഇതിൽ പ്രസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് വേർഡ് പോലത്തെ ഒരു ഗൂഗിൾ ഡ്രൈവിൻ്റെ ഒരു വേർഡ് ഫയൽ പോലത്തെ ഒരു സെക്ഷൻ കിട്ടും. നമ്മൾ ഇനി ചെയ്യേണ്ടത് ടൂൾസ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ വരിക. അതിനുശേഷം വോയിസ് ടൈപ്പിംഗ് ഇതിൽ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലാപ്ടോപ്പിലോ മറ്റോ മൈക്ക് കണക്ട് ചെയ്തിട്ട് സിമ്പിളായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആർട്ടിക്കിൾ വെറുതെ വായിച്ചു പോയാൽ മതി. ഇതിൽ ഓട്ടോമാറ്റിക് ടൈപ്പ് ചെയ്ത് വരും. അതിനുവേണ്ടി നിങ്ങളിത് പ്രസ് ചെയ്യുക. അതിനുശേഷം ഈ മൈക്ക് സിമ്പിളിൽ ഒന്നുകൂടി പ്രസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ കാണുന്ന ഈ മൈക്കിൽ പ്രസ് ചെയ്യുക. അതിനുശേഷം ഓരോ വേർഡ്സ്, ഞാൻ ഇപ്പോൾ മുകളിൽ കാണുന്ന ഈ വേർഡ്സ് എല്ലാം ഒന്ന് പറയാൻ പോവുകയാണ്. അതിനുവേണ്ടി ഇതിൽ പ്രസ് ചെയ്യുക. ഫയൽ, എഡിറ്റ്, വ്യൂ, ഇൻസേർട്ട്, ഫോമാറ്റ്, ടൂൾസ്, ഹെൽപ്പ്, സേവിങ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഞാൻ ആ മൈക്കിലൂടെ പറഞ്ഞത് ഇത് ഓട്ടോമാറ്റിക്കായി ടൈപ്പ് ചെയ്ത് വരുന്നത്. ഇതുപോലെ എത്ര വലിയ ആർട്ടിക്കിൾസ് വേണമെങ്കിലും നിങ്ങൾക്ക് ജസ്റ്റ് റീഡ് ചെയ്ത് പോകാം. അല്ലെങ്കിൽ റീറൈറ്റ് ചെയ്യുന്നതിന് പകരം നിങ്ങളുടേതായ രീതിയിൽ ഭാഷയിൽ നിങ്ങൾക്ക് സംസാരിച്ചാൽ ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് ടൈപ്പ് ടെക്സ്റ്റായി വരും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ആർട്ടിക്കിൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ടൈപ്പ് ചെയ്ത് ടൈം കളയേണ്ട ആവശ്യമില്ല. അതിനുവേണ്ടി നമ്മൾ ഗൂഗിൾ ഡ്രൈവ് യൂസ് ചെയ്യുക. ഇനി മറ്റൊരു ഓപ്ഷൻ ഉള്ളത്, ഇതിലിപ്പോൾ നിങ്ങളുടെ റേറ്റിംഗ് ഏകദേശം ഈ 4 തന്നെ വിചാരിക്കുക. അപ്പോൾ ഒരു 4000 ആർട്ടിക്കിളുടെ ഒരു ഓർഡർ നിങ്ങൾക്ക് കിട്ടി. നിങ്ങൾക്ക് ചെയ്യാനറിയില്ല അല്ലെങ്കിൽ നിങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഫൈവർ എന്ന വെബ്സൈറ്റിലേക്ക് വരിക. ഓക്കെ, ഫൈവറിൽ വന്നിട്ട് ഏറ്റവും മുകളിൽ സെർച്ച് സെക്ഷനിൽ ആർട്ടിക്കിൾ റൈറ്റർ എന്ന് ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ആർട്ടിക്കിൾ റൈറ്റിംഗ്. ഇവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ഓപ്ഷൻസ് വരും. അപ്പോൾ ആർട്ടിക്കിൾ റൈറ്റിംഗ് സെലക്ട് ചെയ്യുക. ഇനി ചെയ്യേണ്ടത്, നിങ്ങൾ ഈ ലെഫ്റ്റ് സൈഡിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്, അതിൽ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 3 ദിവസത്തിനുള്ളിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ മതി. അപ്പോൾ നമുക്ക് ഇത് 3 ദിവസം തന്നെ സെലക്ട് ചെയ്യാം. അതിൽ നമുക്ക് ഓർഡർ കിട്ടിയാൽ മതി. ദെൻ ഇവിടെ പ്രൈസ് റേഞ്ച് എപ്പോഴും 5 തന്നെ കൊടുക്കുക. അപ്പോൾ ഏറ്റവും ചീപ്പായിട്ടുള്ള ആർട്ടിക്കിൾ റൈറ്റേഴ്സിനെ ഇതിൽ ഫിൽട്ടർ ചെയ്ത് തരും നമുക്ക്. ദെൻ ഇവിടെ എൻ്റർ ചെയ്യുക. ഇപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് ആർട്ടിക്കിൾ റൈറ്റേഴ്സ് ഉണ്ട്. $5 നമുക്ക് ഏകദേശം ഒരു 500 1000 ആർട്ടിക്കിൾ സപ്ലൈ ചെയ്യുന്ന ആളുകളായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 2x400 വേർഡ് SEO ആർട്ടിക്കിൾ ഓർ ബ്ലോഗ് സ്പോട്ട്. അതായത് 800 വേർഡ്സ് ആർട്ടിക്കിൾ $5 സപ്ലൈ ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഏകദേശം 1000-ൽ പരം ഓർഡറും ലഭിച്ചിട്ടുണ്ട്, റിവ്യൂസും ഉണ്ട്. നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, 800 വേർഡ്സിൻ്റെ ആർട്ടിക്കിൾ ഇദ്ദേഹത്തിൽ നിന്ന് നമുക്ക് കിട്ടും. ഇനി നമുക്കത് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം എങ്ങനെയെന്ന്. നമുക്കിപ്പോൾ ഓർഡർ കിട്ടിയിരിക്കുന്നത് ഫോർ എക്സാമ്പിൾ 4000 വേർഡ് കൗണ്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. അപ്പോൾ 800 × 5 ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് 4000 ആർട്ടിക്കിൾ കിട്ടും. അപ്പോൾ 5 × 5 $25 നമ്മളിതിൽ സ്പെൻഡ് ചെയ്യണം. $25 നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് $29 മാർജിനായിട്ട് കിട്ടും. അതായത് നമുക്കിവിടെ ഇപ്പോൾ 4000 വേർഡ് കൗണ്ടുള്ള ഒരു ആർട്ടിക്കിളിന് കിട്ടുന്നത് $56 ഓക്കെ, നമ്മൾ ഇതിൽ വന്ന് ഓർഡർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇദ്ദേഹം പ്രൊവൈഡ് ചെയ്യുന്നത് 800 വേർഡ് കൗണ്ടാണ്. ഇതിൽ ഒരുപാട് ആർട്ടിക്കിൾ റൈറ്റേഴ്സ് ഉണ്ട്. 2000 വേർഡ് കൗണ്ടൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ആർട്ടിക്കിൾ റൈറ്റേഴ്സ് ഉണ്ട്. അവരെ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ സെർച്ച് ചെയ്ത് ഓരോന്നായിട്ട് സെലക്ട് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഞാനിപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു സർവീസ് എടുത്തുന്നേ ഉള്ളൂ. ഒരുപാട് ആർട്ടിക്കിൾ റൈറ്റേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം 2x500 ആർട്ടിക്കിൾ, അതായത് 1000 ആർട്ടിക്കിൾ പ്രൊവൈഡ് ചെയ്യുന്ന ആളുണ്ട്. അത് നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, 1000 ആർട്ടിക്കിൾ 1000 വേർഡ് കൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന ആൾ. സോ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ 4000 വേർഡ് കൗണ്ടാണ് നമുക്ക് വേണ്ടത്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ $20 വരും. 5 × 4 20. അതുപോലെ തന്നെ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ ഫൈവറിനൊരു 2 കമ്മീഷൻ ഉണ്ട്. $2 കമ്മീഷൻ മീൻസ് ഒരു സർവീസ് ഫീ പോലെ ഇപ്പോൾ പുതിയതായിട്ട് വന്നതാണ്, അതും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ $22 നമ്മൾ ഇവിടെ സ്പെൻഡ് ചെയ്യണം. നമുക്ക് അവിടെ കിട്ടുന്നത് $56 ആണ്. അപ്പോൾ 56 - 22 ഈ $34 നമുക്കൊന്നും അറിയാതെ ഔട്ട്സോഴ്സ് ചെയ്തുകൊണ്ട് നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. ആർട്ടിക്കിൾ റൈറ്റിംഗ് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഫൈവറിൽ വരിക, ഇതുപോലെ തന്നെ ഇപ്പോൾ 2000 വേർഡ്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളുണ്ട്. അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ ആ പ്രൊവൈഡ് ചെയ്യുന്ന ആർട്ടിക്കിൾ അതുപോലെ തന്നെ ഇതിൽ അൺലിമിറ്റഡ് റിവിഷനാണ്. നമ്മളിപ്പോൾ ഏകദേശം ഈ ഒരു വെബ്സൈറ്റിൽ വന്നിട്ട് ആർട്ടിക്കിൾ സബ്മിറ്റ് ചെയ്തെന്ന് വിചാരിക്കുക. ഇവർ റിവ്യൂ ചെയ്തിട്ട് ഇവർക്ക് എന്തെങ്കിലും റിവിഷൻസ് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചിവിടെ വരാം. ഇദ്ദേഹം അൺലിമിറ്റഡ് റിവിഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരാളാണ്. നമുക്കിപ്പോൾ പറയാം ഈ ആർട്ടിക്കിളിൽ കുറച്ച് ചേഞ്ചസ് വേണം, എന്തെങ്കിലും റിവിഷൻ വേണം എന്നുണ്ടെങ്കിൽ ഇദ്ദേഹം അത് ചെയ്തു തരും. വീണ്ടും ഡെലിവറി ചെയ്യും. വീണ്ടും നമുക്കിവിടെ സബ്മിറ്റ് ചെയ്യാം.
അങ്ങനെ ഇപ്പോൾ 3 റിവിഷൻ വരെയൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ഇതിൽ കിട്ടും. ഇത് അൺലിമിറ്റഡ് കൊടുത്തിരിക്കുന്നത് എങ്കിലും ഏകദേശം ഒരു 3 റിവിഷനൊക്കെ നമ്മൾ ചെയ്താൽ മതി. കാരണം അവരത്ര വർക്ക് ചെയ്തിട്ട് ചെയ്യുന്ന ആർട്ടിക്കിൾസൊക്കെ ആയിരിക്കും. അപ്പോൾ അധികം ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. നമ്മളൊരു ഏകദേശം 3 റിവിഷൻ വരെ നമുക്ക് ചെയ്യാം. അതിനുള്ളിൽ ഇവരെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. നിങ്ങൾക്ക് ഈ കാണിക്കുന്ന മാർജിൻ കിട്ടുകയും ചെയ്യും. 34 എന്ന് പറയുന്ന മാർജിൻ നിങ്ങളുടെ കയ്യിൽ കിട്ടുകയും ചെയ്യും, ഒരു വർക്കും ചെയ്യാതെ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആർട്ടിക്കിൾ റൈറ്റിംഗ് അറിയാം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വെബ്സൈറ്റ് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ 4000 ആർട്ടിക്കിൾ നിങ്ങൾക്ക് സുഖമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ $56 നിങ്ങൾക്ക് ഈസി ആയിട്ട് ഏൺ ചെയ്യാനും പറ്റും. ഇത് ഏറ്റവും കൂടുതൽ കണ്ടന്റ് റൈറ്റേഴ്സിന് പേയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് കൂടിയാണിത്, ടെക്സ്റ്റ് ബ്രോക്കർ എന്ന് പറയുന്നത്. അപ്പോൾ എഴുതാൻ അറിയാവുന്നവർ അല്ലെങ്കിൽ എഴുതാൻ അറിയില്ലാത്തവർ ഞാൻ ഈ പറയുന്ന ട്രിക്ക് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടുന്നത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ പേപ്പാൽ അല്ലെങ്കിൽ ബാങ്ക് ത്രൂ നിങ്ങൾക്ക് കിട്ടും, ലോക്കൽ ബാങ്ക് ത്രൂ. പക്ഷേ എപ്പോഴും നല്ലത്, ഇപ്പോൾ ഇത് ഗ്ലോബൽ വെബ്സൈറ്റാണ്, എപ്പോഴും നമ്മൾ പേപ്പാൽ ത്രൂ ആക്സെപ്റ്റ് ചെയ്യുന്നത് നല്ലത്. എന്തായാലും നിങ്ങൾക്ക് ഒരു പേപ്പാൽ അക്കൗണ്ട് വേണം ഇതുപോലുള്ള വെബ്സൈറ്റിൽ വർക്ക് ചെയ്യാൻ. സോ ഈ ഒരു ട്യൂട്ടോറിയൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. ഇനിയും പുതിയ വീഡിയോസും ട്രിക്സുമായി ഞാൻ വരുന്നതാണ്. സോ താങ്ക് യു സോ മച്ച്.